ഹായ് ഫ്രണ്ട്സ്, കരച്ചട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ മോരുകറിയാണ്. തൈര് മാത്രം ഉപയോഗിച്ച്, പച്ചക്കറി കഷ്ണമൊന്നും ഉപയോഗിക്കാതെ തേങ്ങ അരച്ച നല്ല നാടൻ മോരുകറി ഞാൻ ഈ കാണിച്ചു തരുന്ന പോലെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലുള്ള നല്ല മോരുകറി ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പിയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കരച്ചട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് യാതൊരുവിധ പച്ചക്കറി കഷ്ണവും ഇടാതെ നല്ല തേങ്ങ അരച്ച നല്ല നാടൻ മോരുകറി അല്ലെങ്കിൽ പുളിശ്ശേരി, അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കൂട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെ ചേരുവകളാണ് നമ്മൾ ഇടുന്നതെന്ന്. നമ്മളിവിടെ സവോള, പച്ചമുളക്, കറിവേപ്പില, വറ്റൽ മുളക്, 2 കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു കാമുറി തേങ്ങ ചിരകിയത്, പിന്നെ ഒരു 1/2 ബൗൾ തൈര്, നല്ല കട്ട തൈര്. മോരുകറി ഉണ്ടാക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തൈര്, പിന്നെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ 2 വറ്റൽ മുളക്, പിന്നെ വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞള്, പിന്നെ ഒരു 3/4 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ടടിക്കാം. അടുത്തതായിട്ട് നമുക്ക് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഉലുവ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചുവന്നുള്ളി, വറ്റൽ മുളക്, പച്ചമുളക് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. നമുക്ക് കരിഞ്ഞു പോകാത്ത തരത്തിൽ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. ഉള്ളിയെല്ലാം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ മോരുകറിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, യാതൊരുവിധ പച്ചക്കറി കഷ്ണം നമ്മൾ ആഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡും ചെയ്യാം. പച്ചക്കായ, പിന്നെ കപ്പളങ്ങ, അതുപോലുള്ള കഷ്ണങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം. പക്ഷെ ഇതൊന്നും ചെയ്യാണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു മോരുകറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നന്നായി വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ചുവന്നുള്ളിയെല്ലാം നമ്മളിപ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കുന്ന കാരണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് സവോള ആഡ് ചെയ്യാൻ പോവാണ്. ഇനി സവോളയും ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കുക. സവോള നന്നായിട്ട് അങ്ങ് വഴന്നു വരണം. നല്ല മോരുകറിയാണ്. അപ്പം ഉലുവ, കടുക്, വറ്റൽമുളക്, പച്ചമുളക്, ചെറിയുള്ളി, സവോള, ഇത്രയും സാധനം നന്നായിട്ട് വഴന്നു വരണം. ഇപ്പം നല്ല നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഏകദേശം ഒരു പാകം നമുക്ക് വേണ്ടത്. ഈ ഒരു പാകം എത്തിക്കഴിയുമ്പോൾ നമുക്കിനി നമ്മുടെ തൈരും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ല, നമ്മുടെ മഞ്ഞളൊക്കെ ഇട്ടത് കാരണം നല്ല മഞ്ഞ നിറത്തിലുള്ള തൈര് കൂടി നമ്മൾ ഈ ഉള്ളിയിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണിത്. തൈര് ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല. നമ്മളിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടതെങ്കിലും തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല. പിന്നീട് തിള വരാനേ പാടില്ല. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലോണം ഈ തൈരും നമ്മുടെ ഉള്ളിയിലേക്കൊക്കെ മിക്സായി ചൂടായി കഴിഞ്ഞെന്ന് തോന്നി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ നമുക്ക് നല്ല അടിപൊളി മോരുകറി നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതിലേക്ക് കഷ്ണങ്ങൾ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഏത് കഷ്ണമാണോ വെക്കണത് അതൊന്ന് വേവിച്ചതിന് ശേഷം ആഡ് ചെയ്താൽ മതി. റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി തീർച്ചയായും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് അടുത്ത ചൊവ്വാഴ്ച കാണാം. സോ ടിൽ ദെൻ ബൈ ബൈ.